മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിലും ഇത്തവണ കാര്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS ആണ് നമ്മോടൊപ്പം ഉള്ളത്. മാം, ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്? നമുക്ക് ജില്ലയിലെ 3 വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. പുല്ലുമേട്, പാഞ്ചാലിമേട് ആൻഡ് പടന്നുംപാറ. എല്ലാത്തിലും നമുക്ക് 15 ഡിപ്പാർട്ട്മെൻറ്റ്സിനോട് കോർഡിനേറ്റഡ് മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ നടത്തിയത്. അവിടെ നമുക്ക് സുരക്ഷ അത്യാവശ്യം, പിന്നെ നമുക്ക് ആൾക്കാർക്കുള്ള വെള്ളം, ഇലക്ട്രിസിറ്റി കണക്ഷൻ, പിന്നെ ഫുഡ് സേഫ്റ്റി എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. KSRTC ബസ് അവർക്ക് റിട്ടേൺ വരാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കലിൻ്റെ കാര്യത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ്. എത്ര സമയം മുതലാണ് ഈ മകരവിളക്ക് ദർശനത്തിനായി ആളുകളെ അങ്ങോട്ട് സ്വാമിമാരെ കടത്തിവിടുക? നമുക്ക് രാവിലെ തൊട്ട് നമുക്ക് കടത്തിവിടാം. ഓക്കെ, നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് മകരവിളക്ക് കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് സന്നിധാനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരും തിരിച്ച് സത്രമോ 4 മൈലോ മാത്രം വന്നിട്ടേ നെക്സ്റ്റ് ഡേ പോകാൻ പറ്റും. അവിടെ നിന്നിട്ട് പോകണമെന്നുള്ള കാര്യം മാത്രം നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഈ സുരക്ഷാ മറ്റ് ക്രമീകരണങ്ങളെല്ലാം നേരിട്ടെത്തി വിലയിരുത്തുന്നുണ്ടോ? അതെ, നമുക്ക് മൺഡേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സും കൂടി നമ്മൾ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കും. രാത്രി സമയവും കൂടി നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ 14th റെഡി ആവുന്നത്. ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്, പക്ഷേ നമ്മളൊരു മീനോറ്റം കൂടി വഹിക്കേണ്ടതായിട്ടുമുണ്ട്. എത്രത്തോളം സമയം ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ? അപ്പോൾ എത്രത്തോളം നമ്മളൊരു കണക്കുകൂട്ടലുണ്ടാവും? നമ്മൾ ലാസ്റ്റ് ടൈം കാച്ചിലും ഒരു 20% കൂടുതൽ ആൾക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കളക്ടറുടെയും അതുപോലെ SP അടക്കം നേതൃത്വത്തിൽ തിങ്കളാഴ്ച നേരിട്ടെത്തി സന്ദർശനം നടത്തി അതെല്ലാം വിലയിരുത്തും. എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ കൂടുതൽ സ്വാമിമാർ എത്തുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണയും ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമഠത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.